നമസ്കാരം. ചില പരാജയങ്ങൾ ചിലർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. എത്ര മറക്കാൻ ശ്രമിച്ചാലും അത്തരം പരാജയത്തിൻ്റെ ഓർമ്മകൾ അറിയാതെ അവരുടെ മനസ്സിൽ തികട്ടി വന്നുകൊണ്ടേയിരിക്കും. വിജയിച്ചവർ തങ്ങൾക്കിഷ്ടമില്ലാത്തവർ ആയതുകൊണ്ട് തന്നെ വിജയിച്ചവരെ പരിഹസിക്കാനും ഇകഴ്ത്താനും ആരോപണം ഉന്നയിക്കാനും അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് ചിലപ്പോൾ ചില വ്യക്തികളാകാം, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളാകാം, ചില സംഘടനകളാകാം, അതുമല്ലെങ്കിൽ ഒരാൾക്കൂട്ടമാകാം. പക്ഷേ ഒരു കുടുംബം ഒന്നടങ്കം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പരാജയം സഹിക്കവയ്യാതെ കിടന്ന് കരയുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. നമ്മൾ 10 കൊല്ലായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പലമാതിരി പാട്ട് പലയിടത്ത് പാടിയിട്ടുണ്ട്. ഇനി ഏത് ഇബ്ലീസ് പറഞ്ഞാലും നമ്മൾ നിർത്താൻ പോകുന്നില്ല. ഒരു സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണക്കുക, ആ പിന്തുണച്ച സ്ഥാനാർത്ഥി മാലപ്പടക്കം പോലെ പൊട്ടുക എന്ന് വെച്ചാൽ 8 നിലയിൽ പൊട്ടുക. അപ്പോൾ ആർക്കായാലും കുറച്ച് സങ്കടമൊക്കെ കാണും. മാത്രമല്ല, നിലവിൽ ജയിച്ച സ്ഥാനാർത്ഥിയെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് എവിടെന്നോ വന്ന അവൻ ഇവിടെ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചത്. അത് പേര് കേട്ട തറവാട്ടുകാർ. അല്പം ഇച്ഛാഭംഗം കാണും. എന്നാലും ഇത്രമാത്രം കൈകാലിട്ടടിക്കാൻ ഇവിടെ എന്താണ് സംഭവിച്ചത്? വടകരയിൽ തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി ടീച്ചർ അമ്മ തോറ്റു. വൻ ഭൂരിപക്ഷത്തോടെ ഷാഫി പറമ്പിൽ വിജയിച്ചു. അന്ന് തുടങ്ങിയതാണ് ഈ കുടുംബത്തിന്റെ സൂക്കേട്. കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ പരാജയം പാടിത്തീർക്കുന്ന ഒരു രാജകുടുംബം. ടീച്ചറമ്മയെ ജയിപ്പിക്കാൻ വട്ടത്തിലിരുന്ന് ആദ്യം ഒരു പാട്ട് പാടി. ആ പാട്ട് 8 നിലയിൽ പൊട്ടി. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രോളായി കറങ്ങി നടപ്പുണ്ട് പാട്ടുകളൊക്കെ. അല്ല മാളിയേക്കൽ തറവാട്ട് മഹിമക്കാരെ, ഇതൊരു ജനാധിപത്യ രാജ്യത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പല്ലേ? ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജയവും തോൽവിയും ഒക്കെ സ്വാഭാവികമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥി തോറ്റു എന്ന് പറഞ്ഞാൽ പാട്ടും പാടി തോറ്റു. അതിന് ഇങ്ങനെ കിടന്ന് മോങ്ങണോ? എവിടെന്നോ വന്ന ഒരു ഷാഫി, അവനിവിടെ എന്തുണ്ടാക്കാനാ? അന്ന് വട്ടം കൂടി ടീച്ചറമ്മയെ നടുവിലിരുത്തി പാട്ടുപാടി ഒപ്പന കളിച്ച് നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ലേ? ഒരു സ്ഥാനാർത്ഥിയെ പേരെടുത്ത് വിളിച്ച് തോൽക്കും, ഞങ്ങൾ തോൽപ്പിക്കുമെന്നൊക്കെ സാധാരണ ഒരു കുടുംബവും ഇങ്ങനെ പരസ്യമായിട്ട് പറയാറില്ല. നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം വരട്ടെ, നോക്കാം എന്നൊക്കെയാണ് പറയാറ്. അതാണ് ഒരു മര്യാദ, സാമാന്യ മര്യാദ എന്ന് പറയും. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അയാൾ നമ്മുടെ വീട്ടിൽ വോട്ട് ചോദിച്ചു വന്നാൽ അവരോട് പോലും നമ്മൾ പറയുക ചെയ്യാം എന്നാണ്. ഇത് പല്ലുപോയ വല്യമ്മ അടക്കം എഴുന്നേറ്റ് നിന്ന് ഷാഫിയെ തോൽപ്പിക്കും ടീച്ചറമ്മ, ഞങ്ങളുടെ ടീച്ചറമ്മ. ഇപ്പം എന്തായി? മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. പേര് കേട്ട മാളിയേക്കൽ തറവാട് വലിയ കൊമ്പും തുമ്പിക്കൈയൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങളും ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ പാലക്കാട് നിന്നൊരു ചെറുക്കൻ വന്ന് വണ്ടി ഇറങ്ങി ഉള്ള മാനവും കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ മാളിയേക്കൽ തറവാട്ടുകാരെ, ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. പണ്ട് തറവാട്ടിൽ ആനയുണ്ടായിരുന്നു, ഉപ്പൂപ്പാന്റെ ചന്തിയിൽ ആനയുടെ തഴമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. രാഷ്ട്രീയത്തിൽ കുറച്ച് മാന്യതയും മര്യാദയും ഒക്കെ വേണം. അങ്ങനെയുള്ളവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. അല്ലാതെ മാളിയേക്കൽ തറവാടിൻ്റെ പേരും പ്രശസ്തിയും അത് കണ്ടിട്ടൊന്നും ആളുകൾ വോട്ട് ചെയ്യില്ല. നിങ്ങൾ പറഞ്ഞാലും ആരും വോട്ട് ചെയ്യില്ല. നിങ്ങൾ വട്ടം കൂടിയിരുന്ന് കൽപ്പിച്ചാലോ പാട്ടുപാടിയാലോ അതിനനുസരിച്ച് റാൻ മൂളി നിൽക്കാൻ ഇത് പണ്ടത്തെ രാജഭരണ കാലഘട്ടമല്ല. മനസ്സിലാക്കണം. കേരളത്തിലെ ഏതെങ്കിലും ഒരു തറവാട്ടുകാർ പറഞ്ഞിട്ട് ആർക്കെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കഴിവുള്ള ഒരൊറ്റ തറവാട് മാത്രമേ ഇന്ന് കേരളത്തിൽ നിലവിലുള്ളൂ. അത് പാണക്കാട് കുടുംബം മാത്രമാണ്. അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു വിഭാഗം, അവർ പറയുന്നവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഇന്നും കേരളത്തിലുണ്ട്. അത് പണ്ട് ആനപ്പുറത്തിരുന്നതിൻ്റെ തഴമ്പ് കാണിച്ച് നേടിയ പാരമ്പര്യമല്ല. വർഷങ്ങളായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളെ സഹായിച്ച് അവരുടെ വിശ്വാസം നേടിയെടുത്തതിന് ജനങ്ങൾ നൽകുന്ന ആദരവാണ്. ആ ആദരവ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം വട്ടം കൂടിയിരുന്ന് വട്ടപ്പാട്ട് പാടിയാൽ കിട്ടില്ല. അതുകൊണ്ട് തോറ്റു. ഇനിയിപ്പോൾ തോറ്റതിൻ്റെ പേരും പറഞ്ഞ് ആ ക്ഷീണം തീർക്കാൻ പാട്ടുപാടി ജീവിക്കുക എന്നതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അടുത്ത 5 വർഷം വരെ നിങ്ങൾ പാടിക്കൊണ്ടേയിരിക്കേണ്ടി വരും. കാരണം ഇനി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ 5 വർഷം കൂടി കാത്തിരിക്കണം. ഇനി അങ്ങനെ വന്നാൽ തന്നെ ടീച്ചർക്ക് സീറ്റ് കിട്ടുമോ എന്നുറപ്പില്ല. കിട്ടിയാൽ തന്നെ ടീച്ചർ ജയിക്കുമെന്നും ഉറപ്പില്ല. ഇപ്പൊ പറയുന്നത് ലീഗിന്റെ ഭീഷണി കാരണമാണത്രേ പുതിയ പാട്ട്.
പാട്ട് പാടാനുള്ള ഓരോ കാരണങ്ങളിൽ ദോഷം പറയരുതല്ലോ. എല്ലാവരും നല്ല ഒന്നാം തരം പാട്ടുകാർ തന്നെയാണ്, അസ്സല് പാട്ടുകാർ. അത്യാവശ്യം ഈണവും താളവും ഒക്കെയുണ്ട്. പക്ഷെ പാട്ട് പാടേണ്ടിയിരുന്നത് ഇവിടെയായിരുന്നു. സമയം സന്ദർഭവും ഒക്കെ തെറ്റിപ്പോയോ എന്നൊരു സംശയം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോൾ പാടിയ ഈ പാട്ടിൻ്റെ വരികൾ ഏറ്റവും ചേരുന്നത് പിണറായി വിജയനായിരുന്നു. പിണറായി വിജയന്റെ മുമ്പിൽ ആയിക്കോട്ടെ അടുത്ത പാട്ട്.